പാടത്തപ്പനി നാളെയാ പാട ഏതായി സുന്ദരൻ സുന്ദര. ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. ഞങ്ങളിപ്പം മലനടയിലാണ്. മലനടയിലെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വ്ലോഗിലേക്ക് കടന്നാലോ. അപ്പോൾ ഇത് രാവിലെയാണ്. രാവിലെ തന്നെ പാർത്തമോന് കുളിക്കാനുള്ള വെള്ളമൊക്കെ കോരുകയാണ് കേട്ടോ. അവൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ നമുക്കൊരുപാട് സന്തോഷിക്കാം. സ്വന്തമായിട്ട് മലനടയിൽ ഇങ്ങനെ മോട്ടോർ ഒന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ കോരണമല്ലോ. അപ്പോൾ അവൻ തന്നെ വെള്ളം കോരാനൊക്കെ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മീൻ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഈ ഒരു മാമയുടെ കയ്യിലാണെന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് മീൻ വാങ്ങിക്കുന്നത്. നല്ല മീനാണ് കേട്ടോ. വില കൂടുതലാണെങ്കിൽ പോലും നല്ല മീനാണ്. പിന്നെ പുള്ളി ഭയങ്കര വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്നോട് ഭയങ്കര കാര്യമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് എന്ന് വന്നെന്നും എപ്പോൾ വന്നെന്നും കുറേ നാളായല്ലോ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞത്. ചൂടയുണ്ട്, അയിലക്കൊഴുവുണ്ട്, കടപ്പുറ മീനാണ്. വാങ്ങിക്കോ, വിഷമൊന്നുമില്ല, പച്ച മീനാണ്. വീഡിയോ മൊത്തത്തിൽ ഫേസ്ബുക്കിൽ മൊത്തം ഇടും. പെട്ടികളുണ്ട്, എല്ലാം തീർന്നു. മീനെല്ലാം തീർന്നു. അയിലക്കുഴിയുണ്ട്, നെത്തോലിയുണ്ട്, എല്ലാം തീർന്നു. മീന ബാവു, ചക്കോളി ബാവു. വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര സപ്പോർട്ട്, വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് തേങ്ങയൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ അമ്മയും അമ്മയുടെ കുറച്ച് കൂട്ടുകാരുമാണ്. ഇത് തൊഴിലുറപ്പ് കൂട്ടുകാരല്ല കേട്ടോ. അമ്മയൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്മുടെ മലനട അമ്പലത്തിൻ്റെ കണ്ടത്തിൽ അവിടെ കള പറിക്കുകയും ഞാറ് നടക്കുകയും ഒക്കെയാണ്. അപ്പോൾ ഇവർ 10 മണിക്ക് കയറിയതാണ് കഴിക്കാൻ. അങ്ങനെ കഴിക്കാൻ കയറിയിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് അവരിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അവരെല്ലാവരും കൂടി 6 പേരുണ്ട്. ഇതിപ്പോൾ 3 പേരെ ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർ അവരെ വീട്ടിൽ പോയി. ഇത് കൊണ്ടുവന്നവരെല്ലാവരും ഇവിടെ ഇരുന്ന് കഴിച്ചത് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ചക്കക്കുരു തോരനുണ്ട്. ഞാനിന്ന് ചക്കക്കുരു പെട്ടെന്ന് വേവാനും വേണ്ടി അരിഞ്ഞ് തോരൻ കുക്കറിനകത്ത് 2 വിസിലടുപ്പിച്ച് അങ്ങനെ അങ്ങ് വെച്ച് ചെയ്ത്. അപ്പോൾ പെട്ടെന്നാവുമല്ലോ എന്ന് കരുതി. പിന്നെ കുക്കറിനകത്ത് വെന്ത് കഴിയുമ്പം നമുക്ക് കടുക് വറക്കണ്ട, എണ്ണ ചൂടാകുമ്പോൾ എണ്ണയ്ക്കകത്ത് ഈ ഒരു നമ്മൾ വെന്തിരിക്കുന്ന നമ്മുടെ ചക്കക്കുരുവും ചെറുപയർ പോലെ നമ്മുടെ കുഞ്ഞുള്ളിയും കൂടെ അരിഞ്ഞേക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് തേങ്ങാപ്പീരയും ഒക്കെ, ഉപ്പൊക്കെ ഇട്ടാണല്ലോ നമ്മൾ വേവിക്കുന്നത്, മഞ്ഞൾപ്പൊടി ഇടത്തില്ല. ഞാനിത് വിശദമായിട്ട് വേറൊരു വീഡിയോയ്ക്കകത്ത് കാണിച്ചതാണ്, എങ്കിലും ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അത് ചിക്കി തൊത്തി എടുക്കുക. പിന്നെ നമുക്ക് കഴുകാനുള്ള പാത്രങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവരണം കേട്ടോ. ഇതേപോലെ ഇരിക്കും നമ്മുടെ ചക്കക്കുരു തോരന്. പിന്നെ പാവുമ്പല കണക്ക് നമുക്ക് അകത്ത് വെച്ച് കഴുകാനുള്ള ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെളിയിൽ തന്നെ കൊണ്ടുപോയി കഴുകണം. പിന്നെ നമ്മുടെ സുന്ദരിമണി, അമ്മയുടെ സുന്ദരിമണി ഈ കിടന്ന് കരയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂട വാങ്ങിച്ചായിരുന്നല്ലോ. അപ്പോൾ അത് വെട്ടാനും വേണ്ടി അവൾ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിരുന്ന് ഭയങ്കര ബഹളം വെക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ചൂടയൊക്കെ വെട്ടി അത് തോരൻ വെച്ചത് കേട്ടോ. ഞാനത് തോരൻ വെക്കുന്നതോ അല്ലെങ്കിൽ അത് ഒന്നും അതിൻ്റെ വീഡിയോ ഒന്നും പിടിച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ വീഡിയോയ്ക്കകത്തൊക്കെ ഞാൻ ചൂട പറ്റിക്കുന്നതും ഒക്കെ നല്ല വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പാത്രമൊക്കെ കഴുകണമായിരുന്നു. എല്ലാം വെളിയിൽ കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് കഴുകാൻ കിട്ടും. നമുക്കകത്ത് പിന്നെ പൈപ്പൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കെല്ലാം വെളിയിൽ കൊണ്ടുവന്ന് വേണം കഴുകാൻ. അങ്ങനെ പിന്നെ പെട്ടെന്ന് പിന്നെ പാത്രമൊക്കെ കഴുകിയിട്ട് പിന്നെ അമ്മയൊക്കെ ജോലി ചെയ്യുന്നിടത്തോട്ട് പോകാമെന്ന് കരുതി. അമ്മയൊക്കെ കള പറിക്കുന്നത് പോയി കണ്ടാലോ, നമുക്ക് പോവാം. അമ്പലത്തിൻ്റെ തന്നെ കണ്ടമാണിത് കേട്ടോ, പാടമാണ്. നമ്മളിവിടെ കണ്ടമെന്നാണ് പറയുന്നത് പാടത്തിന്. അപ്പം ഇവിടെ മൊത്തം ഇങ്ങനെ കള പറിക്കലും ഞാറുനടിയിലും ഒക്കെയാണ്. ഈ കള എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എല്ലാ നാട്ടിലും കളയെന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. നമ്മൾ ഈ നെല്ല് വിതച്ച് കഴിയുമ്പോൾ അത് നെല്ല് മുളച്ച് വരത്തില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പോച്ചകൾ, നമുക്ക് നെല്ലല്ലാതെ പോച്ചകളും പുല്ലുകളും ഒക്കെ കിളിച്ച് വരും. അപ്പോൾ അതൊക്കെ പറിച്ച് കളയുന്നതിന് ഈ കള പറിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഞാറ് നടിയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് അമ്മയൊക്കെ അവിടെ തന്നെയാണ് ജോലി കേട്ടോ. ഇത് നമുക്ക് ഉത്സവത്തിന് മുമ്പായിട്ട് തന്നെ ഇവിടെ കൊയ്ത് ഇവിടെ എല്ലാം വെള്ളമെല്ലാം വറ്റും കേട്ടോ. നമ്മൾ ഉത്സവം നടക്കുന്ന നമ്മുടെ ഈ വയലിലല്ലേ. ഉത്സവം കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ പൂട്ടക്കവും കണ്ടം പൂട്ടക്കവും, പിന്നെ വെള്ളമില്ലെങ്കിൽ വെള്ളം അടുത്ത തോട്ടിൽ നിന്നും വെള്ളം തോടെല്ലാം അടച്ചിട്ട് ഇങ്ങനെ കണ്ടത്തിലേക്ക് കയറ്റിയിട്ട് അങ്ങനെ കണ്ടമെല്ലാം പൂട്ടിയിട്ട് വിതയ്ക്കുകയും ഞാറ് നടക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനും കണ്ടത്തിലൊക്കെ ഇറങ്ങി. പക്ഷെ എനിക്ക് നടാൻ അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഇറങ്ങി അങ്ങനെയൊക്കെ നിന്നു. പിന്നെ അവർ നടുന്നതും ഒക്കെ നോക്കിക്കൊണ്ടൊക്കെ നിന്ന്. അമ്മയുണ്ട് ഇതിനകത്ത് കേട്ടോ. അമ്മ പണ്ട് തൊട്ടേ ഇങ്ങനെ വയലിലൊക്കെ ജോലിക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ പണ്ട് തൊട്ടെന്നല്ല, ഇപ്പോഴും നമ്മുടെ വീട്ടിൽ അരി വാങ്ങിക്കാനും ഒക്കെ കാശൊക്കെ ഉണ്ടാക്കുന്ന ജോലിയൊക്കെ ചെയ്യുന്നത് തന്നെ ഇതേമാതിരിയൊക്കെയുള്ള ജോലികളൊക്കെ ചെയ്ത് തന്നെയാണ്.
ഈ ഒരു ജോലി മാത്രമേ ഉള്ളല്ലേ പുറകോട്ട് പോകുന്നത്. എല്ലാ ജോലികളും മുന്നോട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ജോലി മാത്രമേ ഉള്ളൂ നട്ട് പുറകോട്ട് നോക്ക്. ഇത് നിങ്ങൾ നോക്ക്, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നട്ടാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ആ നീല ഷർട്ട് ഇട്ടേക്കുന്നത് അമ്മയാണ്. പിന്നെ ഇതിൽ കുറച്ച് 2-3 പേരാണ് അവിടെ വന്നിരുന്ന് 10 മണിക്കത്തെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം അവരെല്ലാവരോടും ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മുടെ പാർത്തമ്മോനും കണ്ടത്തിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനിതൊക്കെ ഭയങ്കര ഒരു രസമായിട്ട് തോന്നി, ഇങ്ങനെ കണ്ടത്തിലിറങ്ങാനും കളിക്കാനും ഒക്കെ ആയിട്ട് ചെളിക്കകത്ത്. പിന്നെ കൂടുതൽ നേരം ഇതിനകത്ത് നമുക്ക് നിൽക്കാനൊക്കത്തില്ല. ഇവിടെ മൊത്തം അട്ടയുണ്ട് കേട്ടോ. ഈ പൊളയട്ടയോ അങ്ങനെ കണ്ട് പറയുന്നൊരു അട്ടയുണ്ടല്ലോ, നമ്മുടെ കാലേ കയറി പിടിക്കും, അത് ചോര മൊത്തം ഊറ്റി കുടിക്കുന്നൊരു അട്ടയുണ്ടല്ലോ, ആ അട്ടയുണ്ട്. പിന്നെ അവനാണെങ്കിൽ ഇത്തരം പായലൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അവനതൊക്കെ വലിച്ചെടുക്കുമായിരുന്നു. അതെല്ലാം എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കി വേറൊരു പാത്രത്തിനകത്ത് ഇട്ട് വെച്ചേക്കുമായിരുന്നു. സോറി, അത് ഞാൻ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം അവനിത് ഭയങ്കര എന്തോ ഒരു അത്ഭുതമായിട്ട് തോന്നി. ഭയങ്കര വൃത്തിയായിട്ട് കഴുകിയെടുക്കും. അവൻ പറഞ്ഞത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ അമീബ ഇതിനകത്ത് വല്ലതും കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ഇത് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. കഴുകിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. കണ്ടോ നമ്മുടെ കാളയും കുതിരയൊക്കെ. അമ്മയും കൂടെ പറ, എല്ലാരും പറഞ്ഞു. ആലപ്പുഴക്കല്ലോ ദിനന്തോ ആലപ്പുഴല്ലോ ദിനന്തോ കരവിനെന്തിനെന്തോ ദിനന്തോ കരവിനെന്തിനെന്തോ ദിനന്തോ. ഞങ്ങൾ ജോലിക്കാരെ വിളിക്കുക. പാടത്തപ്പനി നാളെയാ പാടുവടു കൂട്ടരെ, അന്നു നമ്മേളൊന്നിക്കുമ്പോൾ ഇന്നാവയിൽ നമ്മുടെ പുഞ്ചവയിൽ കൊയ്തു കുന്നുപോലെ കൂട്ടിടും. അന്നു നമ്മേളൊന്നിക്കുമ്പോൾ ഇന്നാവയിൽ നമ്മുടെ പുഞ്ചവയിൽ കൊയ്തു കുന്നുപോലെ കൂട്ടിടും. അന്ന് നമ്മൾ ഒന്നിക്കുമ്പോൾ ഇന്നാവയിൽ നമ്മുടെ. അങ്ങനെ നമുക്ക് നമ്മുടെ അമ്മൂമ്മ നല്ല അടിപൊളി 2 നാടൻ പാട്ടൊക്കെ പാടിത്തന്നു. നമ്മളതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് വൈകിട്ടൊക്കെ ആയി കേട്ടോ. അപ്പോഴത്തേക്കിന് അണ്ണൻ നമ്മളെ പാവുമ്പയ്ക്ക് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കുകയാണ് കേട്ടോ. ചായ കുടിച്ചിട്ട് നമുക്ക് കൃഷിക്കകത്തൊന്ന് പോകണം. കാരണം ചാച്ചനിപ്പോൾ കാല് വയ്യാത്തതുകൊണ്ട് കൃഷിക്കകത്തോട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉള്ളതൊക്കെ അത് പറിച്ചുകൊണ്ട് വരണം. അപ്പം കുറേ ദിവസമായി അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. നമ്മൾ ചിപ്സ് അല്ല കഴിക്കുന്നത്, നമുക്ക് കുറച്ച് മധുരവും എരിയൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ ഒന്നിച്ചൊരു കവറിനകത്ത് മേടിക്കാൻ കിട്ടും. അങ്ങനെ അതെല്ലാം കൂടി ഞങ്ങളിങ്ങനെ കഴിക്കുകയാണ്. അങ്ങനെ ചായ കൂടി ഞങ്ങൾ പിന്നെ ഇറങ്ങി കേട്ടോ അങ്ങോട്ട് കൃഷിക്കകത്തോട്ട് പോകാനായിട്ട്. വയലിൽ കൂടെ പോയില്ല, കാരണം വയലിലെല്ലാം വെള്ളമാണ്. അതുതന്നെയല്ല പോച്ചയും അട്ടയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വയൽ വഴിയല്ല, റോഡിൽ നിന്ന് ഞാനിങ്ങോട്ട് നടന്നു പോകണ്ട, അണ്ണൻ നടന്നു വരുന്നു. കുറച്ച് വണ്ടി അവിടെ ഒതുക്കി വെക്കാനായിട്ട് പോയതായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്ന് നമ്മുടെ കൃഷിക്കകത്ത് വന്ന് എല്ലാം ഇതാണ്. ഇവിടെയും ഉണ്ട്, വേറെ 2 ഇടത്തും ഉണ്ട് കൃഷി. നമ്മളിവിടെ മാത്രമേ പോയുള്ളായിരുന്നു കേട്ടോ. ഇവിടെയും വേറെ ഒരു ചെറിയ ഭാഗത്തും വാഴയൊക്കെ വെച്ചേക്കുന്നിടത്ത് മാത്രമേ പോയുള്ളായിരുന്നു. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒട്ടുമിക്ക സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരാഴ്ച കൂടുതലായി ചാച്ചനും കൃഷിക്കകത്തോട്ട് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ അവരുടെ ഇഷ്ടത്തിന് വന്ന് പിച്ചുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ചാടിക്കിടക്കണം. എനിക്ക് വലിയ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ചാടി. അണ്ണൻ്റെ കാലിൽ നല്ല നീളം ഉണ്ടായതുകൊണ്ടൊന്ന് എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ആ കൊച്ച് പെട്ടെന്നങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ പറിച്ചതെന്ന് പറഞ്ഞാൽ മുളകായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടംമാതിരി മുളകൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കൂടുതലും വിളയാതെ നിൽക്കുന്ന പിഞ്ച് മുളകായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിളഞ്ഞത് നോക്കി മാത്രമേ പിച്ചിയുള്ളൂ. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മയോടും ചാച്ചനോടും ഒക്കെ പറഞ്ഞു, ഇതേ കണക്ക് മുളകൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്, വിളയാറായതാണ്, അപ്പോൾ ഒന്ന് പോയി പിച്ചണേന്ന് പറഞ്ഞ്. ഇത് നമ്മുടെ നീല കളർ മുളകാണ് കേട്ടോ. നീല കളർ മുളകുണ്ട്, മഞ്ഞ കളർ ഉണ്ടമുളകുണ്ട്, പിന്നെ വെള്ള കളർ കാന്താരിയും, പിന്നെ സാധാ നല്ല എരിയൊക്കെയുള്ള നല്ല നാടൻ ഉണ്ടമുളകും കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ടുണ്ട്. ഇതെല്ലാം ചാച്ചൻ്റെ കൃഷിയാണ് കേട്ടോ. വാഴയൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പം കൂടുതലും മുളകാണ് ഇതിനകത്ത് കൂടുതലും. നാടൻ മുളകിന് നല്ല ആവശ്യക്കാരുണ്ട്. പിച്ചി വെച്ച് കഴിഞ്ഞാൽ മലനട അമ്പലത്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ മുളക് പിച്ചി, ബാക്കിയെല്ലാം കുഞ്ഞിതായതുകൊണ്ട് അധികം ഒന്നും പിച്ചിയില്ല. ഇത് ഇപ്പോൾ പാർത്തമ്മ വന്ന് പറയാം, ഇതിൻ്റെ നീല മുളകിൻ്റെ തണ്ട് വരെയും നീല കളറാണെന്നും പറഞ്ഞുകൊണ്ട്
അങ്ങനെ അവൻ ഇങ്ങനെ അവിടെ എല്ലാം നടന്ന് പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താണ് നമ്മൾ ഇങ്ങനെ മുളക് പിച്ചക്കവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുളക് പിച്ചുന്നതിൻ്റെ ഇടയ്ക്കുണ്ട് ഞങ്ങൾ മീൻ കുഞ്ഞുങ്ങളെ കണ്ട്. വരാലും കുഞ്ഞുങ്ങളും അവിടെ പണയ്ക്കകത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. വെറും പൊടി കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ. അതിൻ്റെ അമ്മയും അച്ഛനും അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ലതുപോലെ കുറേ നേരം നോക്കി നിന്നതിന് ശേഷമാണ് അതിൻ്റെ അമ്മയൊന്ന് കണ്ടത് തന്നെ. ഇത് എന്തെങ്കിലും ഒരു അപകടമെന്ന് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ വാ ഉളക്കും, എന്തോ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം വന്ന് ഈ അമ്മയുടെ വായ്ക്കകത്ത് വന്ന് കയറും. അങ്ങനെയാണ് ഇതിനെ രക്ഷിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നിത്യവഴുതനവും ഒക്കെ പിച്ചി. ചാച്ചൻ അങ്ങോട്ട് വരാത്തത് കൊണ്ട് തന്നെ കുറേ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഓരോരുത്തരൊക്കെ വന്ന് പിച്ചിക്കൊണ്ട് പോകുന്നുണ്ടായതുകൊണ്ട് തന്നെ കുറച്ചേ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ ഉള്ളതൊക്കെ ഞങ്ങൾ പിച്ചി കേട്ടോ. കുറച്ച് കോവയ്ക്കായും പിന്നെ പയറും ഈ നിത്യവഴുതനങ്ങയും പിന്നെ ഒരു തണ്ണിമത്തൻ കിട്ടിയായിരുന്നു. അത് കുഞ്ഞിതായിരുന്നു. അത് ഒരുപാടങ്ങ് വലുതായതൊന്നും ഇല്ലായിരുന്നു, ഒരു കുഞ്ഞിതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ മുറിച്ച്. അപ്പം നല്ല മധുരം ഉണ്ടായിരുന്നു അതിന്. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ മീൻ കുഞ്ഞുങ്ങൾ ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പരമാവധി സൂം ചെയ്താണ് എടുത്തത് കേട്ടോ. വരാലിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു ഇത്. നമ്മൾ പിച്ചിയ നമ്മുടെ മുളകെല്ലാം കണ്ടോ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടോ. ഇത് ആണ്ടാ നല്ല സ്വർണ്ണ കളറ്, അത് വരാലിൻ്റെ കുഞ്ഞുങ്ങളാട്ടോ. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ ഇത് കുഞ്ഞിതായിരുന്നു. ഇത് അപ്പോഴേ പഴുത്ത് ഞെട്ടറ്റ് കിടന്നതായിരുന്നു. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ മുറിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നെല്ലാം കുറച്ചൊക്കെ പിച്ചിയിട്ട് നമ്മൾ അടുത്തടുത്തോട്ട് പോകാമെന്ന് കരുതി. അവിടെ ആണെങ്കിൽ വാഴ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ ചാച്ചൻ പറഞ്ഞായിരുന്നു അവിടെ വാഴയ്ക്കകത്ത് കൊലയുണ്ട്, അത്ര വലുതൊന്നുമല്ല, ഒരു കുഞ്ഞിതാ. അപ്പോൾ അതിങ്ങ് പിച്ചിക്കൊണ്ട് പോരും, അതിങ്ങ് വെട്ടിക്കൊണ്ട് പോരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇനി അങ്ങോട്ട് പോവാം കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ ഒരു തോടൊക്കെ ഉണ്ട്, തോട്ടിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങിയൊക്കെ വേണം പോകാൻ. അങ്ങനെ അണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞ് വഴി അറിയാവുന്നൊരു മുന്നേ നടക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ മുന്നേ നടക്കണം. ഇതാണ് കേട്ടോ ആ ഒരു തോട്ടിലാണെങ്കിൽ വെള്ളം കൂടുതലായിരുന്നു. നേരത്തേക്ക് ഇത്രയും വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സാണ് നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കൃഷിയൊക്കെ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വാഴയൊക്കെ ചാച്ചൻ ശബരിമലയിൽ പോയി നിന്ന സമയത്ത് ഞാനും അമ്മയും കൂടെ കൃഷിക്കകത്ത് വന്നതും 2-3 ഇടത്ത് ചാച്ചൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ അന്ന് കാണിച്ചായിരുന്നു. ഇന്നിപ്പോൾ ചാച്ചൻ നാട്ടിലുണ്ടായത് കൊണ്ട് തന്നെ അന്ന് കാട് കയറി കിടന്ന സ്ഥലമൊക്കെ വൃത്തിയാക്കിയിട്ട് വാഴയൊക്കെ വെച്ചു, ചീനിക്കമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടോ ഒരു കൊല നടക്കുന്നത് കണ്ടോ, ഒരു അരിങ്കൊല നടന്നിരിക്കുന്നു. നടന്ന് വരുന്ന കണ്ടോ ഒരു കൊല. അങ്ങനെ വലിയതൊന്നും അല്ലായിരുന്നു നമ്മുടെ പൂവൻകൊല കേട്ടോ, കുഞ്ഞൊരു കൊലയായിരുന്നു. അതിനകത്ത് നിന്ന് പഴുക്കാൻ തന്നെ തുടങ്ങിയായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് എൻ്റെ ചെരുപ്പ് അങ്ങ് പൊട്ടി ഗൈസ്. അത് ഞാൻ കമ്പി വെച്ച് കെട്ടി വെച്ചേക്കുമായിരുന്നു, വീട്ടിലിടുന്ന ചെരുപ്പായതുകൊണ്ട് തന്നെ. അപ്പം ഈ ചെളിക്കകത്തൊക്കെ ഇറങ്ങിയത് കൊണ്ട് തന്നെ എൻ്റെ ചെരുപ്പ് അങ്ങ് പൊട്ടി. പിന്നെ അത് റിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതെല്ലാം ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഇനി തിരിച്ച് പോകണം. ഇനി ഒരിടത്തും കൂടെ പോകണം, പക്ഷേ അതവിടെ ഞങ്ങൾ പോയില്ല. അവിടെ കൂടുതലും പോകണ്ടെന്ന് ചാച്ചൻ അങ്ങനെ പറഞ്ഞു. അവിടെ അട്ടയൊക്കെ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പിന്നെ ഇവിടുന്ന് നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകേണ്ടത്. മുമ്പേ ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ തോട്, കുറച്ചല്ലേ കാണിച്ചില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നല്ല വെള്ളം കേട്ടോ. ഇവിടെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല വെള്ളമാണ്. ഇതിപ്പോൾ തോനെയും വെള്ളമുണ്ട്, മഴ പെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളമുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ തോടൊക്കെ കടന്നു. അതുവഴി നടന്ന് ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഞങ്ങൾ ഒരു ഇപ്പുറത്തെ കരയിലെത്തി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 3 പേരും കൂടി വണ്ടിയിലൊക്കെ കയറി നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ പട്ടികൾ അവിടെ ഇഷ്ടംമാതിരി പട്ടികളുണ്ട് കേട്ടോ. പട്ടികളെ ഞങ്ങൾ പേടിച്ചു പോയി, ഇനി ഞങ്ങളെ അങ്ങനെ കടിക്കാൻ വരുവാന്നോ എന്തോ. പിന്നെ എന്തായാലും നടന്ന് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പാവുമ്പയ്ക്ക് തെറിക്കാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി, കുറച്ച് കാര്യങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ എടുത്തു. പിന്നെ രാത്രിയായി പാവുമ്പൈ വന്നു. ഇത്രയേ ഉള്ളടാ വിശേഷങ്ങളൊക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യണേ. അപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.